ഇടതുപക്ഷ സഹയാത്രികനായ കെ.ടി. ജലീൽ മുസ്ലിം ലീഗിലേക്ക് തിരിച്ചു പോകുമോ? പോകും എന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിൽ നിന്നാണ് കെ.ടി. ജലീൽ CPIM-ലെത്തുന്നത്, CPIM-ന്റെ സഹയാത്രികരാകുന്നത്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ, സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കലാപമുയർത്തിയാണ് കെ.ടി. ജലീൽ മുസ്ലിം ലീഗ് വിടുന്നത്. രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു CPIM. തവനൂരിൽ മത്സരിപ്പിച്ചു, മന്ത്രിയാക്കി. വീണ്ടും മത്സരിച്ചപ്പോൾ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു. അപ്പോഴാണ് പുതിയ പ്രചാരണം തുടങ്ങിയത്, മുസ്ലിം ലീഗിലേക്ക് തിരിച്ചു പോകുന്നു കെ.ടി. ജലീൽ എന്ന്. കെ.ടി. ജലീലിനെ മുസ്ലിം ലീഗിന് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തരം ഒരു പ്രചാരണം ശക്തമായി നടക്കുന്നത് എന്നോർക്കണം. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിലേക്ക് ഇപ്പോൾ കെ.ടി. ജലീൽ തിരിച്ചു പോകുമോ എന്ന സംശയം പൊതുവെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കുണ്ട്. അത്രമാത്രം വലിയ പ്രചാരണമാണ് നടക്കുന്നത്, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ. ഈ പ്രചാരണത്തിന് ചുട്ട മറുപടിയുമായി എത്തിയിട്ടുണ്ട് കെ.ടി. ജലീൽ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രചാരണത്തിന് മറുപടി നൽകിയിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്. 4 മണിക്കൂർ മുമ്പിട്ട പോസ്റ്റാണ്. ഇടതുപക്ഷത്തോടൊപ്പം നെഞ്ചുറപ്പോടെ മുന്നോട്ട് കുതിക്കും. തല പോയാലും വിശ്വസിച്ചവരെ വഞ്ചിക്കില്ല. സുഖത്തിലും ദുഃഖത്തിലും കൂടെ ഉണ്ടാകും. ജയപരാജയങ്ങളിൽ കട്ടക്ക് നിൽക്കും. അവസാനം വരെ പഴശ്ശിക്കൊപ്പം നിന്ന ഉണ്ണിമൂസയുടെയും അത്തൻ കുരിക്കലുടെയും പിന്മുറക്കാരൻ സഖാവ് പിണറായിക്കും പാർട്ടിക്കും പിന്നിൽ അടിയുറച്ച് മുന്നേറും. കുറ്റങ്ങളും കുറവുകളും മനുഷ്യ സഹജം. പാർട്ടി തെറ്റുകൾ തിരുത്തും. നേതാക്കളും പ്രവർത്തകരും പിശകുകളെ മറികടക്കും. ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് മതനിരപേക്ഷതയ്ക്ക് കാവലിരിക്കും. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ചെറുത്തു തോൽപ്പിക്കും. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞാനുമായി ബന്ധപ്പെട്ട് പ്രചരിക്കപ്പെടുന്നതെല്ലാം അസംബന്ധങ്ങൾ. ചെങ്കൊടി വിട്ടൊരു രാഷ്ട്രീയം ഇനിയില്ല. ചുവപ്പിനെ പ്രണയിച്ച് ശക്തമായി പൊതുരംഗത്ത് തുടരും. ലാൽ സലാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. അതിനുശേഷം മനോഹരമായ ചിത്രങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട് കെ.ടി. ജലീൽ. കറുത്ത വസ്ത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന കെ.ടി. ജലീലിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹം തന്നെ പങ്കുവയ്ക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരമൊരു പോസ്റ്റ് ഇടേണ്ടി വരുന്നത് കെ.ടി. ജലീലിന്? മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിലാണ് വലിയ പ്രചാരണം നടക്കുന്നത്. കെ.ടി. ജലീൽ CPIM ബന്ധം ഉപേക്ഷിച്ച് മുസ്ലിം ലീഗിലേക്ക് വരുന്നു എന്ന്. അതിനാണ് ഇപ്പോൾ ചുട്ട മറുപടി കൊടുത്തിരിക്കുന്നത് കെ.ടി. ജലീൽ. അവസാനം പറഞ്ഞ വാക്കുകളുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞാനുമായി ബന്ധപ്പെട്ട് പ്രചരിക്കപ്പെടുന്നതെല്ലാം അസംബന്ധങ്ങൾ. സാമൂഹ്യ മാധ്യമങ്ങളിൽ മുസ്ലിം ലീഗിനോടൊപ്പം ചേരും കെ.ടി. ജലീൽ, CPIM ബന്ധം ഉപേക്ഷിച്ച് തിരിച്ചു വരുന്നു കെ.ടി. ജലീൽ എന്ന രൂപത്തിലുള്ള പ്രചാരണം അസംബന്ധമാണ്. ചെങ്കൊടി വിട്ടൊരു രാഷ്ട്രീയം ഇനിയില്ല. ചെങ്കൊടി വിട്ടൊരു രാഷ്ട്രീയം ഇനിയില്ല. ചുവപ്പിനെ പ്രണയിച്ച് ശക്തമായി പൊതുരംഗത്ത് തുടരും. ലാൽ സലാം എന്നാണ് പറയുന്നത് കെ.ടി. ജലീൽ. അവസാനം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടിയുണ്ട്. അവസാനം വരെ പഴശ്ശിക്കൊപ്പം നിന്ന ഉണ്ണിമൂസയുടെയും അത്തൻ കുരിക്കലുടെയും പിന്മുറക്കാരൻ സഖാവ് പിണറായിക്കും പാർട്ടിക്കും പിന്നിൽ അടിയുറച്ചു മുന്നേറും എന്ന്. യാതൊരു സംശയവുമില്ലാതെ, യാതൊരു തരത്തിലെ പതർച്ച പോലുമില്ലാതെ കെ.ടി. ജലീൽ നിലപാട് വ്യക്തമാക്കുന്നു. എന്തുകൊണ്ട് CPIM-നോടൊപ്പം നിൽക്കുന്നു എന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ വാക്കുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് മതനിരപേക്ഷതയ്ക്ക് കാവലിരിക്കും എന്ന്. ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് മതനിരപേക്ഷതയ്ക്ക് കാവലിരിക്കും. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ചെറുത്തു തോൽപ്പിക്കും. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ചെറുത്തു തോൽപ്പിക്കും എന്ന്. കേരളത്തിൽ ഇന്ന് ശാപമായി മാറിയിരിക്കുന്ന കാര്യമാണ് ന്യൂനപക്ഷ വർഗീയതയും അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ വർഗീയതയും. രണ്ടും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ഒന്ന് വളർന്നാലേ മറ്റൊന്നിന് വളമാകുകയുള്ളൂ എന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് RSSും BJPയും സംഘപരിവാർ സംഘടനകളും ഹിന്ദു വർഗീയത വളർത്താൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് മുസ്ലിം വർഗീയത വളർത്താനുള്ള ശ്രമങ്ങൾ സജീവമായി നടക്കുന്നു. മുഖ്യ കക്ഷികൾ തന്നെ അതിൻ്റെ പ്രചാരകരായി മാറുന്ന അവസ്ഥ പോലും ഉണ്ടാകുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാം അത് കണ്ടതാണ്. മുസ്ലിം ന്യൂനപക്ഷം ഒറ്റക്കെട്ടായി BJP ജയിച്ചാലും LDFനെ തോൽപ്പിക്കണം എന്ന നിലപാടെടുത്ത് മുന്നോട്ട് വന്നത് നാം കണ്ടതാണ്. അത് BJPക്ക് വലിയ വളമായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം BJPയും സ്ട്രാറ്റജിക് വോട്ടിലൂടെ LDFനെ പരാജയപ്പെടുത്താൻ UDFനോടൊപ്പം നിൽക്കുകയും ചെയ്തു എന്നുകൂടി കാണണം. എന്ന് വെച്ചാൽ കേരളത്തിൽ മുസ്ലിം ലീഗിന്, മുസ്ലിം സമുദായത്തിന് പ്രാതിനിധ്യം കൂടിയ ഒരു സർക്കാർ വരണം. എങ്കിൽ മാത്രമേ ഹിന്ദു വർഗീയത ശക്തിപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ BJP സംഘപരിവാർ സംഘടനകൾ സ്ട്രാറ്റജിക് വോട്ടിങ്ങിലൂടെ LDFനെ പരാജയപ്പെടുത്തുകയും UDFനെ വിജയിപ്പിക്കുകയും ചെയ്തു എന്നത് ഒരു സത്യമാണ്.
പരമാർത്ഥമാണ്. എന്ന് വെച്ചാൽ രണ്ട് വർഗീയ ശക്തികളും ലക്ഷ്യമിടുന്നത് ഇടതുപക്ഷത്തെയാണ്. അപ്പോഴാണ് കെ ടി ജലീൽ പറയുന്നത് ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് ഉറച്ചു തന്നെ നിൽക്കും എന്ന്. സാമൂഹ്യ മാധ്യമങ്ങളിൽ താനുമായി ബന്ധപ്പെട്ട് പ്രചരിക്കപ്പെടുന്നതെല്ലാം അസംബന്ധങ്ങൾ. ചെങ്കൊടി വിട്ടൊരു രാഷ്ട്രീയം ഇനിയില്ല. ചുവപ്പിനെ പ്രണയിച്ച് ശക്തമായി പൊതുരംഗത്ത് തുടരും ലാൽ സലാം എന്ന്.